പാരമ്പര്യമുള്ള ഒരു മർത്തവമായ കുടുംബത്തിൽ റാന്നിക്കടുത്ത് ചുങ്കപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ 6ാമത്തെ മകനും ആൺകുട്ടികളിൽ 5ാമനും ആയിരുന്നു. വളരെ ഓമനിച്ച് എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിക്കൊണ്ടുവന്നു. ഇളയ ആൺകുട്ടി ആയിരുന്നതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ കൂടെ ആയിരുന്നു ഞാൻ ദീർഘവർഷങ്ങൾ കിടന്നുറങ്ങിയിരുന്നത്. 8ാം ക്ലാസ്സിൽ കയറിയ വർഷം എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തോന്നി, ഞാൻ അല്പം വളർന്നുപോയി, ഇനിയിപ്പം അപ്പൻ്റെയോ അമ്മയുടെയോ കൂടെ കിടക്കുന്ന അത്ര ശരിയല്ല എന്നെനിക്ക് തോന്നി. 1970 പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് കിടപ്പ് ആരംഭിച്ചു. എനിക്ക് ഒരു കട്ടിൽ വേണമെന്ന് പറഞ്ഞു. അതെല്ലാം വീട്ടുകാരെ ക്രമീകരിച്ചു തന്നു. ആ ദിവസങ്ങളിലൊന്നില് ഞാൻ ഞങ്ങളുടെ സ്ഥലത്തെ ചുങ്കപ്പാറയ്ക്ക് പോകുന്ന ആ സമയത്ത് സ്കൂളിലെ ഏതോ ആവശ്യത്തിനുള്ള സാധനം വാങ്ങുവാനാണ് ഞാൻ പോകുന്നത്. ഒരു കടയിൽ എന്നെ ആകർഷിക്കുന്ന ചില മധുരപലഹാരങ്ങൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അവിടേക്ക് കയറി ചെന്നപ്പോൾ അതൊരു മുസ്ലിമിന്റെ കടയാണ്. അദ്ദേഹത്തെ അതിനകത്ത് പുറത്ത് നോക്കിയിട്ട് കണ്ടില്ല. ഞാൻ അകത്തേക്ക് കയറി ചെന്നപ്പോൾ അദ്ദേഹം ഒരു ഭരണിയിൽ നിന്ന് എന്തോ പകർന്നുകൊണ്ടിരിക്കുന്നു. അത് ലേഹ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് അദ്ദേഹം സംസാരിച്ചു. എനിക്കൂടി അല്പം തരാമോ എന്ന് ഞാൻ എന്റെ ആഗ്രഹം കൊണ്ട് ചോദിച്ചു. പിന്നെന്നാ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സ്പൂണിൽ അല്പം എടുത്തുകൊണ്ട് അകത്ത് പോയി. എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിച്ചു എന്ന് പിന്നീട് വളരെ കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത്. തിരിച്ചു വന്ന് എന്റെ കയ്യിൽ അത് തന്നു. ഞാൻ വളരെ സന്തോഷമായിട്ട് അത് കഴിച്ചു. അതിനുശേഷം ഓരോ നിമിഷങ്ങളും ക്ലാസ്സിൽ ചെന്നിരിക്കുമ്പോഴും വീട്ടിൽ വരുമ്പോഴും ഉറക്കത്തിലും എല്ലാം എന്റെ ചിന്ത ഇദ്ദേഹത്തെ കുറിച്ചായി. അങ്ങനെ എപ്പോൾ സമയം കിട്ടിയാലും ഞാൻ ആ മനുഷ്യന്റെ കടയിലേക്ക് ഓടിച്ചെല്ലും. അത് ഞങ്ങളുടെ സ്കൂളിനടുത്തുള്ള ഒരു കടയായിരുന്നു. അദ്ദേഹവുമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിരിക്കും, പല കഥകൾ എന്നോട് പറയും. എനിക്കത് കേൾക്കുന്ന വലിയ സന്തോഷമായി. ചില ദിവസങ്ങളിൽ ആവർത്തിച്ച് ലേഹ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എന്നോട് ക്ഷുഭിതനായിട്ട് ചോദിച്ചു, ഇതിന്റെയൊക്കെ പൈസ ഇനി ആരാണ് തരുന്നത്? എനിക്ക് സങ്കടമായി. ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, മോൻ വിഷമിക്കണ്ട, ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മോനെ പഠിപ്പിക്കാം, അത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. എനിക്ക് വലിയ സന്തോഷമായി. എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. എന്നാൽ ഒരു ദിവസം രാത്രി പറഞ്ഞിട്ട് ആ രാത്രി മുതൽ നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞു, രാത്രി എനിക്ക് വരാൻ പേടിയാണ്, അത് സാരമല്ല, ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോരാമെന്ന് പറഞ്ഞു. ചുരുക്കി പറയട്ടെ, രാത്രി 10 മണിയാവുമ്പോൾ ഞങ്ങളുടെ ആ പറമ്പിലുള്ള പള്ളിമുറ്റത്ത് ആ മതിലിനടുത്ത് ഇദ്ദേഹം വരും. വീട്ടിലെ അപ്പച്ചൻ കൂർക്കം വലിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും വീട്ടിലെല്ലാവരും ഉറക്കമായെന്ന്. ഞാൻ പതുക്കെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കും. ശബ്ദമുണ്ടാക്കാതെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു എന്നെയും കൊണ്ട് 1.5 കിലോമീറ്റർ അകലെയുള്ള കോട്ടാങ്ങൾ എന്ന സ്ഥലത്തേക്ക് കടന്നു പോകും. അവിടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ വീട്ടില് ഒരറക്കകത്തെ കയറ്റിയിരുത്തി ആദ്യം മുതലുള്ള ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആ പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കുറിച്ചെടുത്തിട്ട് അത് അതുപോലെ കാണാതെ പഠിക്കണം. പിറ്റേ ദിവസം അതുപോലെ ചൊല്ലിക്കേൽപ്പിക്കാം. അങ്ങനെ നാളുകൾ കഴിഞ്ഞപ്പോഴാണ് എന്റെ വീട്ടുകാർക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെ രാത്രിയിൽ പോകുന്നുണ്ടെന്നും എന്തൊക്കെയോ ആവശ്യമില്ലാത്തവ പഠിക്കുന്നുണ്ടെന്നും ഒക്കെ. ഒരു ദിവസം എന്റെ മൂത്ത സഹോദരൻ എന്നെ പിടിച്ചു കെട്ടി ഞങ്ങളുടെ വരാന്തയിലുള്ള തൂണയിൽ പിടിച്ചു കെട്ടി. എന്നിട്ട് എന്നെ മർദ്ദിക്കുവാൻ തുടങ്ങി. 4 ചൂരൽ വഴികൾ പൊട്ടിക്കീറുന്നതുവരെയും എന്നെ അടിച്ചു. ഓരോ അടി വന്ന് കൊള്ളുമ്പോഴും ഞാൻ ഒന്ന് ചിരിക്കും, എന്നിട്ടൊന്ന് തല കുലുക്കും. അദ്ദേഹത്തിന് ഒന്നുകൂടെ അരിശമാകും, പിന്നെ അടിക്കും. ചൂരവടി തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ക്ഷീണിച്ചോ എന്ന് ചോദിച്ചു. ആ സഹോദരൻ ഒന്നുകൂടെ അരിശം കൂടി. ചെന്ന് കുറെ കാപ്പിക്കമ്പ് വെട്ടിക്കൊണ്ട് വന്നിട്ട് 2 കൈയും കൊണ്ട് അടിക്കാൻ തുടങ്ങി. അതും തീർന്നു. രണ്ടാമത്തെ ആൾ ഇച്ചിരി കുസൃതിയാ ചേട്ടൻ. പുള്ളി ഇച്ചിരി ഉപ്പ് നീരൊക്കെ എടുത്തുകൊണ്ടുവന്ന് പുറത്തൊക്കെ ഒഴിച്ചു. എന്നിട്ട് ഞാനപ്പോ ഉറക്കി വന്ന് ചിരിച്ചു. കാപ്പിക്കമ്പും ഒടിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു, മതിയായോ എന്ന് ചോദിച്ചു. അപ്പോഴ് എന്നെ അയച്ചു വിട്ടേച്ച് പറഞ്ഞു, നിന്നെ ഇനി ഒന്നും ചെയ്യുന്നില്ല, എന്നാ ചെയ്താലും നീ നന്നാകാൻ പോകുന്നില്ല, നിനക്ക് ബോധിച്ച പോലെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നീട് എനിക്ക് ആരെയും ഭയപ്പെടാനില്ല. പഠിത്തം വീണ്ടും തുടർന്നു. ചുരുക്കി പറഞ്ഞാൽ SSLC പാസ്സായതോടുകൂടി അതിന്റെ പഠിത്തവും പൂർത്തിയായി എന്ന് പറയാം. 1973 ഞാൻ പരസ്യമായിട്ട് രംഗത്തേക്ക് ഇറങ്ങി. ആദ്യമായി ചികിത്സിച്ചത് പാലായിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മകൾക്ക് ഭ്രാന്ത് പിടിച്ചു.
ആ ഭ്രാന്ത് എങ്ങനെ ഉണ്ടായതാണെന്ന് ഡോക്ടർമാർ പലരും മാറി മാറി നോക്കിയിട്ടും യാതൊരു പിടിയുമില്ല. കാരണം വീട് വിട്ടു കഴിഞ്ഞാൽ, വീട്ടുവളപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഭ്രാന്തില്ലായിരുന്നു. അവസാനം ഞാൻ ചെന്ന കാര്യങ്ങൾ സംസാരിച്ചു, അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. മുഴുവൻ മാറിക്കഴിഞ്ഞിട്ട് എനിക്ക് പൈസ തന്നേച്ചാൽ മതി, അതുവരെ ഒരു പൈസ പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു. അങ്ങനെ അതിന്റെ അസുഖം മാറിയതോടുകൂടി പിന്നെ വൈദ്യർക്ക് വേറായി തുടങ്ങി. വലിയ വലിയ ആളുകളൊക്കെ വന്ന് ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് മോളുടെ അസുഖം മാറിയത്? അപ്പോഴേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ അപ്പോഴേ അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നാവും. എന്നെ കണ്ടാൽ ഞാൻ തീരെ കൊച്ചുകുട്ടിയാണ്, 15 വയസ്സ് പ്രായമുള്ളപ്പോൾ 16 വയസ്സ് തുടങ്ങിയ അപ്പോൾ ഞാൻ എത്രയും ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. അങ്ങനെ നാളുകൾ മുന്നോട്ട് നീങ്ങി, നാട്ടിലെ പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ എന്റെ വീട്ടില് ഞാനൊരു വലിയ ദുഃഖമായിട്ട് മാറി. എന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എന്നെ ചൊല്ലി വളരെ ഭാരപ്പെടുവാൻ തുടങ്ങി. എന്റെ മാതാവ് എല്ലാ ദിവസവും വളരെ കണ്ണുനീരോട് ദൈവസന്നിധിയിൽ നിന്ന് കരയുന്നത് രാത്രിയിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പോയി പരിപാടികളൊക്കെ കഴിഞ്ഞ് രാത്രി 2 മണിയാകുമ്പോൾ തിരിച്ചു വരും. തിരിച്ചു വരുന്ന സമയത്ത് മാതാവിനോട് ഒന്നും മിണ്ടാതെ ആ മുറിയിൽ നിന്ന് മാതാവിന്റെ കണ്ണുനീരും പ്രാർത്ഥനയും എനിക്ക് കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ എനിക്ക് സേവകൾ കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊന്നുകൂടെ ധൈര്യമായി. മുസ്ലിയാരെന്നോട് പറഞ്ഞു, വാപ്പച്ച നോയമ്പ് നോക്കിക്കോ, സേവ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്ത സേവയാ മുസ്ലിയാരെ കിട്ടുന്നത്. ലിസ്റ്റ് നിരത്തി വെച്ചു. മാതാവ്, സഹദ, കടമുറ്റത്ത് കത്തനാര്, ശബരിമല ശാസ്താവ്, ഗുരുവായൂർ അപ്പൻ, ഭദ്രകാളി, ഇങ്ങനെയുള്ള ചില ലിസ്റ്റുകൾ നിരത്തി വെച്ചു. പിന്നെ ചാത്തനും കുട്ടിച്ചാത്തനും അങ്ങനെയുള്ള ചെറുതൊക്കെ വേറെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഇത്രയും പേര് കൂടുണ്ടെങ്കിൽ പിന്നെ എന്തോ വേണം, ആരെ പേടിക്കാനാ? ഞാൻ നോയമ്പ് നോക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞ ആ ക്രമം അനുസരിച്ച് നോയമ്പ് നോക്കി. എന്നാൽ ഈ ദുർശക്തികൾ എന്റെ കൂടെ കൂടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചതിവിൽപ്പെട്ടു പോയല്ലോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാനിടയായി തീർന്നത്. ഞാൻ വിചാരിച്ചിരുന്നതിലൊക്കെ നല്ല സ്വഭാവമുള്ളവരും കൊള്ളാകുന്നവരും ദൈവങ്ങളുമാണ്. സകലായയുടെ സേവ ഇങ്ങോട്ട് വന്ന് കയറിക്കഴിഞ്ഞുടനെ കൊണ്ടുവാ കരിങ്കോഴി എന്നാ പറയുന്നത്. ഈ കോഴിച്ചോര വലിച്ചു കുടിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുകയോ, ഞാൻ വഞ്ചിക്കപ്പെട്ടു പോയല്ലോ. അല്ലെങ്കിൽ പിന്നെ ഉരുട്ട് പ്രയോഗവും ചവിട്ട് പ്രയോഗവും പിന്നെ തലയ്ക്ക് സുഖമില്ലാത്ത രീതിയിൽ ഭ്രാന്തി പിടിപ്പിക്കുന്ന പ്രയോഗമൊക്കെയാണ് ഇതിന്റെ ഇരിക്കുന്നത്. അങ്ങനെ ആ രീതിയിൽ ഞാൻ ഈ സേവകൾ കടുമയായി തീർന്നതോടെ ഇവയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി കഞ്ചാവിനും വാച്ചിയാറായത്തിനും കള്ളിനും അങ്ങനെയുള്ള പലതിനും ഞാൻ അടിമയായി തീർന്നു. നാളുകൾ മുന്നോട്ട് നീങ്ങുന്തോറും എന്റെ പ്രവർത്തനങ്ങളെ കൂടി വന്നു. എനിക്ക് രജിസ്ട്രേഡ് ഫാർമസി ഉണ്ടായി. രാഷ്ട്രീയ നേതാക്കന്മാരുടെ സഹായത്തോടെ അത് രജിസ്റ്റർ ചെയ്തു. പാലായില് എന്റെ പേരിൽ തന്നെ അത് ആരംഭിച്ചു. എന്നാൽ എന്റെ വീട്ടിലെ പ്രിയപ്പെട്ടവരുടെ വേദന സഹിക്കാൻ വയ്യാതെ അവരിങ്ങനെ ആലോചിച്ചതിന് എന്താണ് ഒരു മാർഗം? ഒടുവിലെ ഒരു ദൈവദാസൻ പറഞ്ഞു, നിങ്ങൾ കുടുംബമായി ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ മുന്നോട്ടിറങ്ങി വരുമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ മകൻ മടങ്ങി വരും എന്നൊരു ദൈവദാസന്റെ മാതാവിനോട് പറഞ്ഞു. എന്റെ പിതാവ് കൊടുത്ത സ്ഥലത്താണ് ചുങ്കപ്പാറ മർത്തോമാ പള്ളി ഇന്നും സ്ഥിതി ചെയ്യുന്നത്. അത് ഞങ്ങളുടെ വീടിന്റെ മുറ്റമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ. അത്രമാത്രം സമുദായ ഭക്തിയിൽ നിന്നതായ പ്രിയപ്പെട്ടവര് ഓരോരുത്തരായിട്ട് എന്റെ മാതാപിതാക്കളും അന്ന് അവിടെ ഉണ്ടായിരുന്ന സഹോദരങ്ങളും ഓരോരുത്തരായിട്ട് മുന്നോട്ട് കടന്നു വരുവാൻ തുടങ്ങി. അവരെ രക്ഷിക്കപ്പെട്ട് വിശ്വാസ സ്നാനം സ്വീകരിച്ച് കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായി മുന്നോട്ട് കടന്നു വന്നു. എന്റെ പ്രവർത്തനങ്ങളെ വീണ്ടും വഷളായിക്കൊണ്ടിരുന്നു. അന്ന് എന്റെ ഒരു ജ്യേഷ്ഠ സഹോദരന് മുമ്പേ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ജോർജാൻ ഓർപ്പിച്ചതുപോലെ അദ്ദേഹത്തോടൊപ്പം കർത്താവിന്റെ വേലയിൽ ഇവിടെ ന്യൂയോർക്കിലായിരുന്നു. 1976 അദ്ദേഹം നാട്ടിൽ വരുന്ന സമയത്ത് എന്റെ ഈ നടപ്പൊക്കെ മനസ്സിലാക്കി. എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കിയെടുക്കണം എന്നുള്ള ചിന്തയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. ഒരു ദിവസം പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഞാൻ പൂജകളുമായിട്ട് മറ്റൊരു മുറിയിൽ കടന്നു വന്നവരുടെ പ്രശ്നം നോക്കാനായിട്ട് കയറി. ഓരോ സ്ഥലങ്ങളിലും ഏജന്റുമാരുണ്ടായിരുന്നു. അവര് ആളുകളെയും കൊണ്ടുവരും. അത് നോക്കുവാനായിട്ട് ഞാൻ മുറിക്കകത്ത് കയറി. ആ സമയത്ത് വളരെ വേദനയോടെ എന്റെ സഹോദരന് വന്നോട് പറഞ്ഞു, മോനെ, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുകയാണ്.
നീ ചെയ്യുന്നത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമല്ല. നീ എഴുന്നേറ്റ് വന്ന് ഞങ്ങളുടെ കൂടെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചു. എന്റെ ഏകാഗ്രതയ്ക്ക് അത് തടസ്സമായി. ഞാനും ആ സഹോദരനുമായിട്ട് വളരെ വാക്കേറ്റം ഉണ്ടായി. പല കാര്യങ്ങളും പറഞ്ഞു. നാട്ടുകാർ പലരും ഞങ്ങളുടെ ചുറ്റും ഓടിക്കൂടി. ദൈവമക്കളെ കളിയാക്കുവാനായിട്ട് നോക്കി നിൽക്കുന്ന അനേക അയൽവക്കക്കാര് അന്ന് ഞങ്ങളുടെ അടുത്തുണ്ട്. അവരെല്ലാവരും ഓടിക്കൂടി. ഞാൻ അർദ്ധരാത്രി ആയപ്പോൾ എന്റെ സാധനങ്ങളെല്ലാം എടുത്ത് വീട് വിട്ടു. ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ ഇവിടുത്തേതായിരുന്നു, ഇനിയും ഞാൻ നിങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു. എന്നാൽ ഞാൻ അവരെ വിട്ടിട്ട് പോയെങ്കിലും പ്രിയപ്പെട്ടവർ എനിക്ക് വേണ്ടി വളരെ വേദനയോടെ, വളരെ കണ്ണുനീരോടെ എന്നെ മടങ്ങി വരവിന് വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ പാലായിൽ തന്നെ താമസമാക്കി. അവിടെ ഞാൻ അബദ്ധത്തില് ഞാൻ അറിയാതെ തന്നെ ഞാനൊരു കൊലക്കേസിൽ പ്രതിയാകേണ്ടി വന്നു. ഞാൻ ഫാർമസിയിൽ ഇല്ലാതിരുന്ന സമയം നോക്കി പാലായിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ഒരു മകള് വന്നിരുന്ന, മുമ്പേ ഞാൻ ഓർപ്പിച്ച പെൺകുട്ടി വന്നിരുന്ന എന്റെ ഫാർമസിയിലിരുന്ന പുസ്തകങ്ങൾ നോക്കിക്കൊണ്ടിരുന്നു. പ്രായം ചെന്ന ഒരു മനുഷ്യനെ തന്റെ കൊച്ചുമോൾക്ക് 6 മാസം പ്രായമായ കൊച്ചു കുഞ്ഞിന് ആസ്മയാണ്, അതിന് മരുന്ന് വാങ്ങിക്കാനായിട്ട് വന്നു. ഈ പെൺകുട്ടി അലമാരിയിലിരുന്ന പന്നിയിലെ ലേബലൊക്കെ വായിച്ചു നോക്കിയിട്ട് അതിലെ ഒരെണ്ണത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടു, ആസ്മയ്ക്കുള്ള ഒറ്റമൂലി എന്ന്. അതെടുത്തിട്ട് അല്പം പൊതിഞ്ഞു കെട്ടി ഈ വല്യപ്പച്ചന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മഞ്ചാടിക്കുരുവിന്റെ വലുപ്പത്തിൽ എടുത്ത് ഒരു സ്പൂണ് വെള്ളം എടുത്ത് ആ വെള്ളത്തിൽ ഇത് ലയിപ്പിച്ച് ഈ കുഞ്ഞിന് ഓരോ മണിക്കൂർ ഇടയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അവള് തന്നെ ഒരു വൈദ്യരനായി. ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ കൊണ്ടുപോയി കൊടുത്തു. ആദ്യം ഒരു നേരം കൊടുത്തപ്പോൾ നല്ല സൗഖ്യമായി. വീണ്ടും വാച്ച നോക്കി പെട്ടെന്ന് കൊടുക്കാൻ തുടങ്ങി. 2-3 നേരം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ ദേഹമെല്ലാം കരുതീലിച്ചു. അപ്പോൾ മനസ്സിലായി എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. കാറിൽ കയറ്റി അന്ന് പാലായിലുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ആ കുഞ്ഞിനെ എടുത്തില്ല. കാഞ്ഞിരപ്പള്ളി 26 എന്ന സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്. അന്നത്തെ കേൾവി കേട്ട ഒരു ആശുപത്രി ആയിരുന്നു. അവിടേക്ക് കൊണ്ടുപോകുന്നതിന്റെ വഴിക്ക് പൊൻകുന്ന് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞ് മരിച്ചുപോയി വണ്ടിയിൽ വെച്ച്. എന്നിട്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് നോക്കി, ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് ചോദിച്ചു, ആരായി കൊച്ചിനെ കഞ്ചാവിലേക്കും കൊടുത്തെന്ന് ചോദിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഈ മരുന്ന് മാറി വാങ്ങിച്ചുകൊണ്ട് പോയതാണല്ലോ. പറഞ്ഞ വല്യപ്പൻ പറഞ്ഞു, ഇന്ന വർഗീസ് ഫാർമസിയിൽ നിന്ന് കൊടുത്തതാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് കൊണ്ടുപോയി കേസ് കൊടുത്തോളാൻ പറഞ്ഞു. കേസായി, പ്രശ്നമായി. എന്നെ 24 മണിക്കൂറിനകം അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഓർഡറായി. ഞാനന്ന് ഗുരുവായൂർ എന്നൊരു നേരത്തെ ഇടാനായിട്ട് പോയിരിക്കുകയാണ്. അവിടെ ഒരു കാര്യം പറഞ്ഞ് ശരിയാക്കാൻ പോയിരിക്കുകയായിരുന്നു. ഞാൻ മൂപ്പിലാന്റെ അടുത്ത് വന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അറസ്റ്റ് വാറണ്ടാണ് ഇവിടെ വന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നത്. വന്ന ഇടം തന്നെ പാലായിലുള്ള രാഷ്ട്രീയ നേതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ സ്ഥലം വിടാൻ നോക്കിക്കോണം. സർക്കിൾ വിളിച്ചു പറഞ്ഞു, വാറണ്ട് വന്നിട്ടുണ്ട്, വൈദ്യരെ പെട്ടെന്ന് സ്ഥലം മാറ്റിക്കോണം. അങ്ങനെയുള്ള നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചില കാര്യങ്ങളൊക്കെ പുറത്ത് പറയുന്നതിൽ എനിക്ക് മടിയുണ്ട്, ലജ്ജയുണ്ട്. അത് കേട്ടുകൊണ്ട് അന്ന് രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസമായി. അതിനിടയ്ക്ക് 3 പ്രാവശ്യം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആ വീട്ടിലേക്ക് വിളിച്ചു. ആളിനെ മാറ്റിയോ എന്ന് ചോദിച്ചു. മാറ്റിയിട്ടില്ല, ഇവിടെ തന്നെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. വാറണ്ട് ഇവിടെ ഇരിക്കുന്നു, എന്നെ അറസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതാണ്. പോകട്ടെ, ആ വിഷയത്തിലേക്ക് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല, അതല്ലല്ലോ നമ്മുടെ വിഷയം. അങ്ങനെയുള്ളതായ ആ സാഹചര്യത്തില് എങ്ങോട്ട് പോകണമെന്ന് ഞാൻ കുറച്ച് സമയം ഇരുന്ന് ആലോചിച്ചു. ഏതായിരുന്നാലും പിറ്റേ ദിവസം ഉച്ചയായപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ കാറിൽ കയറി റാന്നി വരെ വണ്ടി വിട്ടു. ഏകദേശം ഒരു 6-7 മണിയായ സമയത്ത് റാന്നിയിൽ വണ്ടി വന്നു നിന്നു. എന്നോട് ചോദിച്ചു, ഇനി എങ്ങനാ? ഞാൻ പറഞ്ഞു, ഞാൻ 2 വീട് വണ്ടി ഉറപ്പുണ്ട്, ഇതിന് പൊക്കോളാമെന്ന് പറഞ്ഞു. ആവശ്യത്തിനുള്ള പണമൊക്കെ ഞാൻ എടുത്തിരുന്നു. നോക്കിയപ്പോൾ അത്തിക്കയത്തിനുള്ള ഒരു ബസ്, വിജയലക്ഷ്മി എന്നാണ് ആ ബസ്സിന്റെ പേര്, ഞാനത് ഇന്ന് ഓർക്കുന്നു. അത് ബോർഡ് വെച്ച് കിടക്കുന്നു. ഞാൻ ഓടിച്ചെന്ന് അതേ കയറി. ആ വണ്ടി രാത്രി 8 മണി കഴിഞ്ഞപ്പോൾ അത്തിക്കയത്തിൽ നിന്നു. യാതൊരു പരിചയമില്ലാത്ത സ്ഥലം, ആദ്യമായിട്ട് കടന്നു ചെല്ലുന്ന ഒരു സ്ഥലം. ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് ഒരു പെണ്ണിനെ അവിടെ കെട്ടിച്ചിട്ടുണ്ടെന്ന് മാത്രം അറിയാം. പെണ്ണിന്റെ പേരറിയാം, ചെറുക്കന്റെ പേരറിയാം, വേറെ ഒരു വിവരം അറിയത്തില്ല. എങ്ങനായിരുന്നാലും രാത്രി ആ വീട് കണ്ടുപിടിച്ചു. അവിടെ തന്നെ ഞാൻ പറഞ്ഞു, മിണ്ടി പോകല്ലേ, സംഗതി കുഴച്ചിൽ വന്നിരിക്കുക, ഞാനിവിടെ വന്നു വരാൻ ലോകത്തിലായി പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു. കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ ക്രമീകരിച്ചു. നേരം പ്രഭാതമാകുന്നതിന് മുമ്പേ 5:30 ആകുമ്പോൾ തന്നെ ഒരു ചെറിയ മുണ്ടെടുത്ത്, കുറിയ മുണ്ടെടുത്ത് കൊടുത്ത് അതുപോലെ ഒരെണ്ണം തലയിലും കെട്ടി കയ്യിലൊരു പുല്ലരുവാളും പിടിച്ച് ഞാൻ അത്തിക്കയത്ത് വനത്തിൽ കയറും. ആരെങ്കിലുമൊക്കെ വന്നാൽ ഞാൻ പുല്ല് പറിക്കുന്നതായിട്ട് ഇങ്ങനെ അവിടെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ജോലി.
9:30 ആകുമ്പോൾ ഈ കുട്ടികളെ, അവിടുത്തെ കൊച്ചു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എന്തെങ്കിലും അല്പം ആഹാരം പൊതിഞ്ഞു കെട്ടി ഒരു വട്ടയിലേക്കകത്ത് കൊണ്ടുവന്ന് അവിടെ ഒരു കല്ലേ വെച്ചേക്ക് അടയാളം പറഞ്ഞിട്ടുണ്ട്. ഇവരവിടെ വെച്ച് പോയി കഴിയുമ്പോൾ ഞാൻ ഇറങ്ങി വന്ന് അതെടുത്ത് കഴിക്കും. എന്നിട്ട് അതിനകത്ത് തന്നെ ഊറ്ററയൊക്കെ ഉണ്ട്, അവിടെ പോയി വെള്ളമൊക്കെ കുടിക്കും. പിന്നെ എനിക്ക് ആഹാരം കിട്ടുന്നത് 4:30 ശേഷമാണ്. ഈ കുട്ടികൾ പിന്നെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരണം. അങ്ങനെ 3 മാസം അവിടെ ഒളിച്ചു പാർത്തു. ഈ മരിച്ചുപോയ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ അയച്ചു. അങ്ങനെയുള്ള ചില സത്യങ്ങൾ തുറന്നു പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അനുഭവമാണല്ലോ. ആ കുട്ടിയെ കോട്ടയത്ത് ഒരു പ്രഗത്ഭനായ സർജൻ പോസ്റ്റ്മോർട്ടം നടത്തി. അതിനേക്കാൾ പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവിന്റെ ടെലിഫോൺ ഇപ്പുറത്തുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തത് ഇപ്രകാരമാണ്: കുഞ്ഞിനെ പാമ്പ് കടിച്ചാണ് കുഞ്ഞ് മരിച്ചത്. കാരണം ഇതിന്റെ നമ്മൾ വിഷം കണ്ടാൽ തിരിച്ചറിയത്തില്ല. അങ്ങനെയും കരുനീലിക്കും. അവരെല്ലാവരും അത് വിശ്വസിച്ചു. പുറകിൽ രാഷ്ട്രീയമുണ്ടെങ്കിൽ, പിടിയുണ്ടെങ്കിൽ, ഏത് പാർട്ടിക്കും സുകുമാരക്കുറുപ്പല്ല അതിനെക്കാട്ടി വെല്ലുവിളിക്കും ഒളിക്കാൻ കേരളത്തിൽ തന്നെ കാടുണ്ട്, വേറെങ്ങും പോകണ്ട. ഞാൻ അത്രയും പറഞ്ഞ ഭാഗം നിർത്തട്ടെ. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മൂത്ത ചേട്ടനെ കൽക്കട്ടയിൽ അറിഞ്ഞു. അന്ന് അദ്ദേഹം കൽക്കട്ടയിലാണ്. എന്റെ കൂട്ടുകാരിൽ നിന്ന് എങ്ങനെയോ എന്റെ അഡ്രസ് അദ്ദേഹം പിടിച്ചെടുത്തു. CID വർക്ക് ചെയ്യാൻ പുള്ളി മിടുക്കനാണ്. പിടിച്ചെടുത്തിട്ട് എന്റെ പേർക്കൊരു എഴുത്ത് ദിവസം എഴുതി: മോനെ പാപ്പച്ച, ഞാൻ കൽക്കട്ടയിൽ വന്നിട്ട് വളരെ വർഷങ്ങളായി. എന്നാൽ നിന്നെ ഇവിടൊക്കെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനുള്ള അവസരം ഒത്തിരിക്കുകയാണ്. ഇവിടെ സുഖമില്ലാതെ കിടക്കുന്ന വലിയ പണക്കാരായ ചില ആളുകളുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നാൽ കുറച്ച് മരുന്നൊക്കെ ആയിട്ട് നീ വാ, അവരെ ഇവിടെ ചികിത്സിക്കാം എന്ന് പറഞ്ഞ് എന്റെ പേർക്കൊരു എഴുത്ത്. ഞാനിത് കേട്ട ഉടൻ തന്നെ നാട്ടിലാകപ്പാടെ നാശമായി. ഫാർമസിയിൽ ഒട്ടും വന്ന് മരുന്ന് വാങ്ങിക്കത്തില്ല. കാരണം പോലീസ് സർജൻ പറഞ്ഞെങ്കിലും വല്യപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട് മരുന്ന് അവിടുന്ന് കൊണ്ടു കൊടുത്തതാണ്. കാഞ്ഞിരപ്പള്ളിയിലെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് ഇത് കഞ്ചാവ് ലേഖ്യം കൊടുത്തതാണ്, മാറിപ്പോയതാണ്. വാസ്തവത്തിൽ ഞാൻ നിരപരാധിയാണ്, പക്ഷെ ഞാൻ തെറ്റുകാരനാണ്. കാരണം ആ ലേഖ്യം ഉണ്ടാക്കാനുള്ള ലൈസൻസ് എനിക്കെന്നല്ല, ഇന്ത്യയിലെ ഒരു വൈദ്യന്മാർക്കും കൊടുക്കുന്നതല്ല. അത് നിയമവിരുദ്ധമായ മരുന്നായിരുന്നു. അങ്ങനെ ചേട്ടന്റെ ഈ കത്ത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. എന്നാൽ ഇനി ഇവിടെ നിന്ന് പതുക്കെ പ്രവർത്തന മണ്ഡലം ഒന്ന് മാറ്റാം എന്ന് വിചാരിച്ചു. കുറെ സാധനങ്ങളും കുറെ തകിടുകളും ഒക്കെ വാങ്ങി ആവശ്യത്തിനുള്ള മയക്കുമരുന്നുകൾ, കഞ്ചാവൊക്കെ ശേഖരിച്ച് പൂജാ സാധനങ്ങളൊക്കെ എടുത്ത് കൽക്കട്ടയ്ക്ക് യാത്ര തിരിച്ചു. ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എന്നെ കൊണ്ടുവന്ന് വീട്ടിലാക്കി. ചേട്ടൻ എന്നിട്ട് എന്നോട് പറഞ്ഞു, താൻ ഒറ്റയ്ക്കാണ് അന്ന് ഇവിടെ താമസിക്കുന്നത്. കഥ കടത്തേച്ച് പറഞ്ഞെടാ, നിന്റെ മന്ത്രമോ തന്ത്രമോ വല്ലോ ഇവിടെ കാണും, ഇനി മിണ്ടി പോയെങ്കിൽ ആഴ്ചയിൽ എല്ലി ഞാൻ ഓടിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നെ ചികിത്സിക്കാൻ പുള്ളി അങ്ങോട്ട് കൊണ്ടുപോയത്. ഞാൻ ആകെ വിഷമിച്ചു. എന്തോ ചെയ്യണം? ആകപ്പാടെ ഒരു വലിയ വിഷമം. ഏതായാലും ശരി, കുറച്ചു നേരം കഴിഞ്ഞ് അദ്ദേഹം ജോലിക്ക് പോയി. ഉച്ച കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ യാത്രാക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുകയായിരുന്നു. കഥയിൽ 1-2 മുട്ടിയപ്പം കഥ തുറന്നു. ഞാൻ തുറന്നായിരിക്കുന്നു വിചാരിച്ച് അകത്ത് കയറി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ദൈവത്തിലും പിശാചിലും ഒന്നും വലിയ വിശ്വാസം ഇല്ലാത്ത ഒരാളായിരുന്നു. അങ്ങനെ അകത്തേക്ക് കയറി വന്നപ്പോൾ എന്നെ കണ്ടില്ല. ഞാൻ ബാത്റൂമിൽ എവിടെയെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം കാര്യമാക്കാതെ കയറി വന്നു. അപ്പോൾ അടുത്ത മുറിയിൽ ഞാൻ കിടന്നുറങ്ങുന്നു. തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, എന്റെ കട്ടിലേൽ ആരാണ്ട് ഇതിന് വർത്തമാനം പറയുന്നു. 2 സ്ത്രീകളും 2 പുരുഷന്മാരും എന്റെ കട്ടിലേലിരുന്ന് വർത്തമാനം പറയുന്നു. അദ്ദേഹം ഇവരെ ഒന്ന് സൂക്ഷിച്ചു നോക്ക്, ഇവരെ പിന്നെ കണ്ടില്ല. ആകപ്പാടെ ഈ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ ഉള്ളിലേക്ക് ആകെ പേടിയായി. ഉള്ളിൽ ആകപ്പാടെ ആദിയായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. കട്ടിക്കീഴയിലും അടുക്കളയിലും ഒക്കെ പോയി നോക്കുന്നുണ്ട്. ഇരുന്നോരെതിരെ പോയി എന്നാണ് അദ്ദേഹം നോക്കുന്നത്. ഇതിനിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്. കസേര ഏതാണ്ട് മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടോണ്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്. എന്നോട് ചോദിച്ചു, നീ ഉറങ്ങുകയായിരുന്നോ? ഞാൻ പറഞ്ഞു, ഞാനൊരു ശകലം ഉറങ്ങി. ആരാ കഥ തുറന്നത്? ഞാൻ പറഞ്ഞു, ഞാനാ തുറന്നത്. കാരണം മറ്റേത് പറഞ്ഞാൽ പുള്ളി അന്നേരമേ ശാസിക്കും. ഞാനാ തുറന്നത്. നിന്റെ കട്ടിലയിൽ നിന്ന് വർത്താനം പറഞ്ഞാരാ? ഞാൻ പറഞ്ഞു, എന്റെ കട്ടിലൊന്നും ആരും ഇരുന്നില്ല. പിന്നെ അത് ഉറപ്പിച്ച് ചോദിച്ചോണ്ട് എന്റെ കട്ടിക്കീഴിലോട്ട് ഒഴിഞ്ഞു നോക്കുക, ആരെങ്കിലും അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ അതാ സേവ. ഓ സേവ, എനിക്ക് ധൈര്യത്തുനിന്ന് കയറി വന്നപ്പോ അങ്ങനെ തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ തോന്നിയത്? അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഏതായിരുന്നാലും നേരിട്ട് കണ്ട കാര്യമല്ലേ, അങ്ങനെ അങ്ങ് തോന്നിയതാണെന്ന് പറഞ്ഞ് വിടാനൊക്കെ പുള്ളിയുടെ മനസ്സിലൊരു പേടിയായി. അന്നിരുന്ന് എന്നോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഓരോ സംശയങ്ങൾ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചു വന്നപ്പം രാത്രി വളരെ ഇരുട്ടി. പുറത്ത് ഏതെങ്കിലും ഹോട്ടലിൽ പോയി
ഊണ് കഴിക്കാം എന്ന് പറഞ്ഞ് എഴുന്നേറ്റു. നേരം 10 മണി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വരട്ടെ, അവിടെ ഇരിക്കേ, അടുക്കളയിലോട്ട് നോക്കിയേച്ച് നമുക്ക് വാവെന്ന് പറഞ്ഞു. ആരും കത്തിക്കാത്ത സ്റ്റൗ പടുപടോന്ന് കത്തുന്നു. ചൂട് ചോറും കറികളും വേണ്ടുന്ന സാധനങ്ങളെല്ലാം നിരന്നിരിക്കുന്നു. ഊണുമേശ വരേണ്ടതൊക്കെ അവിടെയും വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരനെ കിളികളെ വിറച്ചു. എന്നിട്ട് വിറച്ചെന്നുള്ള കാര്യം അന്ന് എനിക്ക് മനസ്സിലായത് കൂടുതൽ ഇപ്രാവശ്യം ഞാൻ അബുദാബി വന്നപ്പോൾ അദ്ദേഹം എന്നെ അവിടെ വെച്ച് എന്നെ എനിക്ക് ഒരു സാക്ഷി പറഞ്ഞു സഭയിൽ വെച്ച്. അന്നേരം എനിക്ക് മനസ്സിലായി അത്രയും വിറച്ചായിരുന്നു എന്ന് ഞാൻ പിന്നെ ചോദിച്ചു. കാരണം ഞാൻ പറയുമ്പോഴേ അതിലെ ഒത്തിരി കാര്യങ്ങൾ വെട്ടിക്കുറച്ചാ പറയുന്നത്. അങ്ങനെ വിറച്ച് എന്നോട് പറഞ്ഞു, എടാ നിന്നെ ഞാൻ ഒരു വഴക്കം പറയത്തില്ല, പക്ഷെ ഇതുപോലുള്ള വിദ്യകളൊന്നും മേലാതെ ഇവിടെ കാണിച്ചേക്കരുത്, നീ എന്തെങ്കിലും ചെയ്തോളാൻ പറഞ്ഞു. പിന്നെ ആ വല്യപ്പച്ചനെ വരുത്തുന്ന കാര്യം സംസാരിച്ചു. അതുകൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പുള്ളിയുടെ ലൈസൻസ് കിട്ടി കൽക്കട്ടയിൽ. പിന്നെ ആരെയും ഭയപ്പെടാനില്ല. നാളുകളെ മുന്നോട്ട് നീങ്ങി. അതെ, നാട്ടിലെ പല മുതലാളിമാരും എന്നെ ഒരു നോട്ടപ്പുള്ളി ആക്കിയിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ പ്രഗത്ഭനായ ഒരു പണക്കാരന് ഒരിക്കലും 40 ആളുകളെ സംഘടിപ്പിച്ചു. 40ഉം അഭ്യാസികളാണ്. അദ്ദേഹം അവരോട് പറഞ്ഞു, അവൻ 2 കൊടുക്കാമെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന തുക തരാമെന്ന് പറഞ്ഞു. എന്നോടുള്ള വാശി എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ഏത്തവാഴത്തോപ്പില് കൊള്ളാവുന്ന ഏത്തക്കൊലകളെല്ലാം കുടം വരുന്ന സമയത്ത് അത് മുറിഞ്ഞു താഴെ പോയി. കാരണം ഞാനൊരു ഏത്തപ്പഴം എടുത്ത് തിന്നേന് എന്നെ അല്പം വേണ്ടാത്തൊക്കെ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിച്ചു. എന്നെ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ആ മേശപ്പുറത്ത് നിറച്ച് ഏത്തക്കായും വേണ്ടുന്ന പലഹാരങ്ങളെല്ലാം നിരത്തി. മറ്റൊന്നും എടുക്കുന്നതിന് മുമ്പ് എന്റെ കയ്യിൽ ഒരു നല്ല മുഴുത്ത ഏത്തക്ക നല്ലതുപോലെ പഴുത്ത് എടുത്ത് വന്നിട്ട് പറഞ്ഞു, ദയവായിട്ട് ഇത് തിന്നണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ അത്രയും താണു വന്നു കഴിഞ്ഞപ്പോ അങ്ങേർക്കൊരു വിഷമം. ചേട്ടാ, ഇതിന്റെ മുന്നേ ഞാൻ ഇങ്ങനെ നിന്നല്ലോ, അതുകൊണ്ട് ഇവനിട്ട് 2 പഠിപ്പിക്കണം. അതിനുവേണ്ടി ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ പിന്നീട് തെളിയിക്കാൻ വേണ്ടി, ഓർപ്പിക്കുവാൻ വേണ്ടിയാണ്. അദ്ദേഹം അതിനെ അഭ്യാസികളെ സംഘടിപ്പിച്ചു. എന്നെ അടിക്കണം. അവരേറ്റു. അടി കൊടുക്കാമെന്ന് തന്നെ ഏറ്റു. ഞങ്ങളുടെ തന്നെ സ്ഥലത്തുള്ള ചുങ്കപ്പാറയുള്ള ഒരു പഞ്ചായത്ത് റോഡിൽ കൂടി ഞാൻ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു 4 കവലയുണ്ട്. ആ കവലയ്ക്ക് ഞാൻ എത്തി. ഞാൻ കുളത്തുമൂഴി എന്ന സ്ഥലത്ത് ഒരു വീട്ടിലൊരു പരിപാടിക്ക് പോവുകയാണ്. ഒരു ചെറുപ്പക്കാരൻ എന്റെ മുൻപ് വന്ന് വിസിലടിച്ചു. അപ്പോഴേക്ക് ചുറ്റുപാട് നിന്ന് ധാരാളം ചെറുപ്പക്കാര് 10-40 പേര് കൂടി കൂടിയിട്ട് എന്നെ അടിക്കാനാണ് വന്നിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ കയ്യിലിരുന്ന ഒരു വളകാലൻ കുടയുണ്ട്, നാട്ടിലെ പഴയ കാലം കുട. അതിന്റെ ആ താഴത്തെ ആ മുന ഇങ്ങനെ റോഡിനാട്ടി നിർത്തിയിട്ട് അവിടത്തെ കയറി ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്ന പോലെ കാല് നിലത്ത് കുത്താതെ കാലിന്മേ കാല് വെച്ച് കയറി അങ്ങിരുന്നു. ഇത് കണ്ടപ്പോഴേ ഈ അഭ്യാസിയുടെ ആശാന് മനസ്സിലായി സംഗതി ഇച്ചിരി വഷളാണ്. അപ്പോഴ് ആശാൻ ഒരു ശകലം പുറകോട്ട് വലിഞ്ഞ് നിൽക്കുക. ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ ചുണയോടെ മുന്നേ നിൽക്കുന്നത്. ആശാൻ ആദ്യം തള്ളണമെന്നായിരുന്നു പരിപാടി. കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഇവർ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ചീത്ത വിളിക്കരുത്, ദയവായിട്ട് അടിക്കാനാണെങ്കിൽ അടിക്ക്. എനിക്കിപ്പം കുളത്തുമൂടിയിൽ ഒരു വീട്ടിൽ പോകണം, ഞാൻ അങ്ങോട്ട് പോവുക, എനിക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്, സമയത്ത് അവിടെ എത്തണം, നിങ്ങളുടെ അടി കൊണ്ടുവച്ച് വേണം എനിക്ക് പോകാനെന്ന് പറഞ്ഞു. അപ്പോഴും വീണ്ടും ഇവരിങ്ങനെ അസഭ്യ വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആശാനെ എല്ലാവരും ഏറെ നോക്കുന്നുണ്ട്. ആശാൻ ആദ്യം മുന്നേ വരണം. ആശാൻ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ വെച്ച് ചുവടൊക്കെ അഭ്യാസത്തിന്റെ ആ മുറയിൽ ഇങ്ങനെ മുന്നോട്ട് വന്നു. ആശാൻ മുന്നോട്ട് വരികയും ആ റോഡില് കൂർത്തിരുന്ന ഒരു കരിങ്കൽ ചീലയില് അദ്ദേഹത്തിന്റെ കാലിന്റെ നടുവിലത്തെ വിരല് തട്ടി അത് നല്ലതുപോലെ ഒരഞ്ഞ് പരിക്കേറ്റു. അദ്ദേഹം ആ ഒറ്റക്കാലയിൽ വന്ന 2 കാലയിലാണല്ലോ, ഒരു കാലെ ചാടി എന്റെ അമ്മൂന്നും പറഞ്ഞിങ്ങനെ പുറകോട്ടങ്ങ് പോയി. ഇത് കണ്ടപ്പം ശിഷ്യന്മാർക്ക് അങ്ങ് അരിശം. ഒരു ശിഷ്യൻ ചോദിച്ചാ, നീ ഞങ്ങളുടെ ആശാനെതിരെ കൂടോത്രം ചെയ്യുമ്പോടാന്ന് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഇത് ചോദിച്ചപ്പോഴത്തേക്ക് വേറൊരു ശിഷ്യൻ ഒരു 20 കയ്യോളം വലിയൊരു കല്ല് എടുത്തു എന്റെ ദേഹത്തോട്ട് ഇടാനായിട്ട്. കാരണം അടുത്ത് വരാൻ ഒരു ചെറിയ പേടിയുണ്ട്. ഇത് എടുത്തുകൊണ്ട് തിരികുകയും പുറകിൽ നിന്ന് വേറൊരുത്തന്റെ ദേഹത്ത് തട്ടി ഈ കല്ല് ഇവന്റെ കയ്യിൽ നിന്ന് താഴെ പോയി. ഈ കല്ല് നേരെ ഉരുണ്ടി എന്ന് കയറുന്നത് ഇവന്റെ അപ്പന്റെ കാലയില, ഈ എടുത്തോന്റെ അപ്പന്റെ കാലയില. അപ്പൻ ഇച്ചിരി ചൂടന ഓടിച്ചെന്നിട്ട്, നീ എന്റെ കാലയെ കല്ലെടുത്തിട്ട് ഓടാന്ന് ചോദിച്ചു. ചെറുക്കനിട്ട് 2 എണ്ണം കൊടുത്തു. അടിക്കരുതെന്നും പറഞ്ഞ് മറ്റൊരു തടസ്സം പിടിച്ചപ്പോ അപ്പൻ മറ്റൊന്നിട്ട് മേടിച്ചു. സർവത്ര അടിയായി. ഞാനിങ്ങനെ കൊടയില് അവിടെ ഇരിപ്പുണ്ട്. അടി തന്നെ നടക്കുക. ഒടുവിൽ ഒരു പ്രായം ചെയ്യുന്ന ഒരു അപ്പച്ചൻ ആ ഏരിയയിലുണ്ട്. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, നിങ്ങളിവിടെ എന്നെ എടുക്കുക? എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു കുഞ്ഞെ, ദൈവത്തെ ഓർത്ത് ഇവിടെ നിന്ന് പോകാമോ? ഞാൻ പറഞ്ഞു, അല്ല അപ്പച്ച, ഇവർ എന്നെ അടിക്കാൻ കൂടിയതാ, ഞാൻ 2 കൊണ്ടുവച്ചേ പോകത്തുള്ളൂ. അല്ല,
ദയവായിട്ട് ഇവിടുന്ന് അങ്ങ് പോകാമോ, എന്നെ ഓർത്തങ്ങ് പോകാമോ എന്ന് ചോദിച്ചു. കാരണം അപ്പത്തിനും പിന്നെ മനസ്സിലായോ ദൈവത്തെ ഓർക്കത്തില്ലെന്ന്. അങ്ങനെ മറ്റവരോട് പറഞ്ഞു, നിങ്ങൾ വെറുതെ എന്തിനാ അവനെ തല്ലാൻ നോക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോരുന്നു. അപ്പൊ ആ സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടുകാർക്ക് പലർക്കും, ഈ മുതലാളിക്ക് മാത്രമല്ല ആ 40 പേർക്ക് അവരുടെ വീട്ടുകാർക്ക് എല്ലാം എന്നോട് വാശിയായി. അപ്പൊ ഇങ്ങനെയുള്ള പല സംഭവങ്ങള് അനുഭവത്തിലുണ്ടായിരുന്നു. പിന്നീട് ഒരു കാര്യം കൂടെ ഞാൻ എന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിനുശേഷം വീണ്ടും ഞാനതിന്റെ സാക്ഷിയുടെ അവസാന ഭാഗത്തേക്ക് കടന്നു വരാം. കോന്നിയില് ഒരിക്കലെ അവിടെ വകയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രാന്തിയെ ചികിത്സിക്കാനായിട്ട് ഞാൻ കടന്നുപോയി. ആരോ ആ വീട്ടിലെ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി വിധവയായിരുന്നു, ചുങ്കപ്പാറ ഒരു കൊച്ചു മുസ്ലിയാരുണ്ട്, പുള്ളിക്ക് എഴുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞ് പുനലൂക്കാരാണ്ട് അവർക്ക് അഡ്രസ്സ് കൊടുത്തു. ഒരെഴുത്ത് ചുങ്കപ്പാറ വന്നു, ദയവായിട്ട് ഞങ്ങളുടെ വീട്ടിലൊന്ന് വരണം, ഇവിടുത്തെ മോക്ക് സുഖമില്ലാതെ കിടക്കുന്നു പറഞ്ഞു. ഞങ്ങൾ മറുപടി കൊടുത്തു, ഇന്ന ദിവസം ഞങ്ങൾ വരുന്നതായിരിക്കും, ഉച്ചഭക്ഷണം അവിടുന്ന് ആയിരിക്കും, കാര്യങ്ങളെല്ലാം എഴുതി, എന്തൊക്കെയാ ഫീസ്, ദക്ഷിണ എത്ര, വെറ്റ വേണം, പാക്ക് വേണം, മറ്റു കാര്യങ്ങൾ, സാമ്പ്രാണി വേണം, മെഴുകുതിരി വേണം, പൂജയ്ക്ക് വേണമെന്ന സാധനങ്ങളെല്ലാം പറഞ്ഞ് എഴുതി. അമ്മച്ചി ഇതെല്ലാം തയ്യാറാക്കി വെച്ചേച്ച് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഉച്ചഭക്ഷണത്തിന് ഞങ്ങൾക്ക് തരാനായിട്ട് എങ്ങാണ്ടിയെന്ന് എവിടുന്ന് പോലും കിട്ടിയെന്ന് അറിയത്തില്ല. കിഴക്കൻ നാട്ടിൽ നല്ല കരിമീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുക മുസ്ലിയാർക്ക് കൊടുക്കാൻ. ഞങ്ങൾ ഒരു ചെറിയ പെട്ടിയൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് മുറ്റത്ത് കയറി ഉടനെ അമ്മച്ചി ചോദിച്ചു, മക്കളെ നിങ്ങൾ എവിടുന്ന് വരിക? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ചുങ്കപ്പാറയും കയറിയ. അയ്യോ, ആ മുസ്ലിയാരെ വരത്തില്ലെന്ന് പറയാനാണോ നിങ്ങൾ വന്നോന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ എല്ലാം ഒരുക്കിയല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, അപ്പൊ അമ്മച്ചി കണ്ടുപിടിച്ചില്ല, ഞങ്ങൾ എന്നെ കണ്ട മുസ്ലിയാരാന്ന് അമ്മച്ചിക്ക് എങ്ങനെയാ തോന്നുന്നത്. ഞങ്ങൾ പറഞ്ഞു, ആ മുസ്ലിയാരുടെ കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. എന്നിട്ട് ഞങ്ങൾ താക്കോൽ ആവശ്യപ്പെട്ടു. എന്ത് ചെയ്താൽ തരത്തില്ല. ഞങ്ങൾ പറഞ്ഞു, എന്നാ മുസ്ലിയാർ വരത്തില്ല, വേണ്ട ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഉണ്ടോ പെണ്ണിനെ തിരിച്ച് മുറിക്കകത്ത് കയറ്റിയിട്ട് പൂട്ടാവുന്നു? ഞങ്ങൾ പറഞ്ഞുണ്ട്. ഒടുവിൽ അമ്മച്ചിയുടെ ആ തുണിത്തുമ്പെ നഴിച്ച് താക്കോല് ഞങ്ങളെ കിട്ടുന്നു. ഇതും കൊണ്ട് ചെന്ന് കഥകൾ തുറക്കുകയും ഇതൊരു വല്ലാത്ത രൂപത്തിൽ എടുത്തൊരൊറ്റ ചാത്ത മുന്നിലോട്ട്. അമ്മച്ചിയും അതിന്റെ ഇളയ ആംഗ്ലേമയുള്ള ആ വീട്ടില് ഇത് ചാടി ഇങ്ങനെ അവിടെ നിൽക്കുക. ആ സമയത്ത് വലിയൊരു ശബ്ദം കേട്ടുകൊണ്ട് തിരിച്ചു നോക്കിയപ്പം അമ്മച്ചി ആട്ടുംകൂടിന്റെ തട്ടുംപുറത്ത് ഇരിപ്പുണ്ട്, കരിമീൻ ചട്ടി മുന്നിൽ ഇരിപ്പുണ്ട്, വലത്ത് വെട്ടിയ വിച്ചാത്തി ഇരിപ്പുണ്ട്, അത് വിറക് പെറുക്കി വെക്കുന്ന ഒരു തട്ടുംപുറമുണ്ട്, ഗോവേണി വെച്ചിട്ടുണ്ട്. അമ്മച്ചി ചെന്ന ഏണിയെ കൂടെ കയറിയിട്ട് ആ ഏണി അങ്ങ് വലിക്കും. എന്നിട്ട് അവിടെ കുത്തിയിരുന്ന് ഞങ്ങളെ ചീത്ത വിളിക്കുക. ആങ്ങളച്ചെറുക്കൻ എന്ത് ചെയ്യുന്ന കാണാൻ നോക്കിയപ്പം മുറ്റത്തൊരു വലിയ തെങ്ങ് നിൽപ്പുണ്ട്, അതിന്റെ പകുതി വരെ കയറിയിട്ടുണ്ട് പുള്ളി. മേളിലോട്ട് കയറാൻ വയ്യ. പുള്ളിക്കാരൻ അന്ന് പത്തനംതിട്ട കോളേജ് BSc പഠിച്ചുകൊണ്ടിരിക്കുക, സെക്കൻഡ് ഇയറാ. മേളിലോട്ട് കയറാൻ വയ്യ. പകുതിക്ക് ചെന്നിങ്ങനെ ഇരുന്നിട്ട് താഴോട്ട് നോക്കുക. കാരണം ഇവള് പുറകെ വരുന്നുണ്ടെന്നായി നോക്കുന്നത്. അമ്മച്ചിയുടെ ഈ ബഹളം കേട്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂടി, ഭയങ്കര ജനക്കൂട്ടം. ഒടുവിൽ അമ്മച്ചി നാട്ടുകാരോട് ചില ആമ്പിള്ളാരുടെ പേര് വിളിച്ച് ചോദിച്ചു, നിനക്കൊക്കെ കഴിവത്തില്ലോടാ പോയി പോലീസിനെ വിളിച്ചുകൊണ്ട് വരാൻ, ഇങ്ങനെയുള്ള കുറെ എണ്ണം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, പരിപാടിയാണെന്നും പറഞ്ഞ് കാശ് വാങ്ങിച്ചുകൊണ്ട് പോകാൻ, പോയി പോലീസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇവര് നോക്കി നിൽക്കുക, ഇതെന്താ കാണണമല്ലോ. സാധാരണഗതിയിൽ ഈ പെണ്ണ് കഥ തുറന്ന് പുറത്തേ ആടിയിട്ടുണ്ടോ ഇങ്ങനെ നിൽക്കാറില്ല. അപ്പൊ എന്തോ പരിപാടി ഉണ്ടായി നിൽക്കുന്നതെന്ന് ഇവർക്കെല്ലാം മനസ്സിലായി. അവരിങ്ങനെ ഇത് കാണാൻ നിൽക്കുക. ഒടുവില് ഇതിനൊരു ഭൂതമാണെന്ന് മനസ്സിലായി. അതിന്റെ മേളിലുള്ള ഇച്ചിരിയുടെ മൂത്ത ഭൂതം ആ കടമിട്ട് കത്തനാര് മൂപ്പിലാനെ വിളിച്ചു. മൂപ്പിലാന്റെ സേവേ മൂപ്പിലാനെ കൊണ്ട് ഇതിനെ ഇച്ചിരി ഒന്ന് ഒതുക്കി നിർത്തിച്ചു. ഒരു 7 ദിവസത്തേക്ക് മാറി നിൽക്കാൻ പറഞ്ഞു. അത് അതുപോലെ അനുസരിച്ചു. അപ്പൊ പെണ്ണിന് സുഖമായി. ആ ഭൂതം അങ്ങോട്ട് മാറി. ഇതൊരൊറ്റ ഓട്ടം അമ്മച്ചിയെന്നും വിളിച്ചോണ്ട് ഓടി. അമ്മച്ചി മേളിലിരുന്ന് ചോദിച്ചു, എന്റെ പേര് വിളിച്ചേ ചോദിച്ചു. പേരിപ്പോ ഞാൻ പറയുന്നില്ല. മോളാണോടി വിളിക്കുന്നത്? എന്റെ കൂടെ വന്നവൻ ഇച്ചിരി ചൂടനായിരുന്നു. അപ്പൊ പിന്നെ അവൻ രൂഢമായി. അവൻ അങ്ങോട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങി അമ്മച്ചിയെ. ചെറുപ്പക്കാരനാ, നിങ്ങൾ പിന്നെ എന്തോന്നാ ഓർത്തത്? അമ്മച്ചി, എന്റെ പൊന്നുമക്കളെ, ദൈവത്തെ ഓർത്ത് നിങ്ങൾ അങ്ങ് ക്ഷമിക്കുക. ഞാൻ അറിഞ്ഞില്ല നിങ്ങളാ ഇതും കൊണ്ട് വന്നതെന്ന്. എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഓർത്ത് മുസ്ലിയാരാണ്ട് വരുന്നെന്നാ. ദയവായിട്ട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, പോട്ടടൂ, പ്രായമുള്ള ഒരു അമ്മച്ചിയല്ലേ, ഇച്ചിരി ചീത്ത പറഞ്ഞാലും സാരമില്ല, അതൊക്കെ അങ്ങനെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ആ രംഗത്ത് നിന്ന് ഞങ്ങൾ ആ പരിപാടി കഴിഞ്ഞ് പോരുന്നു. ആ സംഭവം എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് പിന്നീട് ഞാൻ ഒടുവിൽ ഓർപ്പിക്കാം. കൽക്കട്ടയിൽ ചെന്ന് അവിടെയും ചികിത്സകളൊക്കെ ആയി. മാർവാടിയുടെ അടുത്ത് ചെന്നപ്പോൾ കേരളത്തിലെ ദൈവങ്ങളുടെ വേഷം മാറി. ഇന്നലെ ഞാൻ ഓർപ്പിച്ചതുപോലെ പുറകിൽ ഒരു വാല് കൂടെ കെളുത്തു. അവിടെ ഹനുമാൻ എന്ന പേരിൽ സേവ അറിയപ്പെട്ടു. മാർവാടികളുടെ ദൈവം ഹനുമാനാണ്. അതിന്റെ മുൻപിലാണ് ആളുകൾ വന്ന് വണങ്ങുന്നത്. അത് പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് വിശ്വാസം ആകത്തുള്ളൂ. മറ്റേ ദൈവങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസം വരത്തില്ല.
അങ്ങനെ വന്നപ്പോൾ എനിക്ക് ധാരാളം പണം വരുവാൻ തുടങ്ങി. അവരോട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറയാൻ തുടങ്ങി. കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഒടുവിൽ പിന്നെ അവിടുത്തെ ഒരു മാർവാടി കമ്പനിയിൽ തന്നെ എന്നെ അവിടുത്തെ ഒരു ജോലിക്കാരനായിട്ട് അവർ അംഗീകരിച്ചു. ജോലി ഇതാണ്, ബിസിനസ്സിന് പോകണോ പോകണ്ടായോ, ഇന്ന് യാത്ര ചെയ്യണോ ചെയ്യണ്ടായോ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയാണ് ജോലി. ഇതിന് എത്ര ലാഭം വരും, ഇതിന് പോയാൽ നഷ്ടം വരുമോ, ഇതൊക്കെ ആയിരുന്നു അന്ന് എന്റെ ജോലി. നാളുകൾ കഴിഞ്ഞു. എന്റെ ജ്യേഷ്ഠൻ അവിടെ നിന്ന് അബുദാബിയിലേക്ക് ജോലിക്കായിട്ട് കടന്നുപോയി. 1980 ആരംഭഘട്ടം ഞാൻ ഒരിക്കൽ ജോലിക്കായിട്ട് ഈ ഓഫീസിലേക്ക് പോവുകയാണ്. ഒരു മിനി ബസ്സിൽ, അന്ന് സീറ്റ് ഫുള്ളായിരുന്നുകൊണ്ട് ഞാൻ നിന്നാണ് അതിൽ യാത്ര ചെയ്യുന്നത്. ബസ്സിൽ വെച്ച് പെട്ടെന്ന് എന്റെ ശരീരത്തിന് ഒരു വിറയൽ അനുഭവപ്പെട്ടു. എന്റെ വീടുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ലായിരുന്നു. ജ്യേഷ്ഠൻ കൂടി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ടോ എന്ന് പോലും വീട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു. ജ്യേഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം വിവരങ്ങളൊക്കെ എഴുതി അറിയിച്ചിരുന്നു. ഞാൻ വിചാരിച്ചു ശരീരം വിറച്ചപ്പോൾ ഏതോ പുതിയ സേവകൾ വരികയായിരിക്കും. ഞാൻ അതിനുവേണ്ടി അന്ന് എന്റെ കയ്യിലുണ്ടായിരുന്ന 3 മോതിരങ്ങൾ ഉണ്ടായിരുന്നു. ആ മോതിരത്തില് പ്രധാന മോതിരത്തിന്റെ കല്ലിൽ തൊട്ടുകൊണ്ട് ഈ സേവകളുമായിട്ട് ആശയവിനിമയം നടത്താൻ ഞാൻ അതിനുവേണ്ടി തയ്യാറായി. എന്നാൽ അത് സേവയല്ല എന്ന് അപ്പോൾ എനിക്ക് ബോധ്യമായി. പെട്ടെന്ന് എന്റെ ശരീരം മിനിറ്റുകൾക്കകം വിയർത്തു. ഞാൻ ധരിച്ചിരുന്നതായ വസ്ത്രം മുഴുവൻ നല്ലതുപോലെ നനഞ്ഞു. എന്നാൽ ചില മിനിറ്റുകൾക്ക് അത് വീണ്ടും ഉണങ്ങി. ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്തിറങ്ങി. ഈ ജോലി സ്ഥലത്തേക്ക് കടന്നു പോകുന്ന സമയത്ത് എന്റെ കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല. ഞാൻ ധാരാളം മദ്യപിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ പലരുടെയും അടുത്തിരുന്ന് അതെ ഞാൻ പന്തായം വെച്ച് മദ്യപിക്കുകയും കഞ്ചാവ് വലിക്കുകയും ഒക്കെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ ശരീരത്തിന് യാതൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് വിചാരിച്ച് ഞാൻ വളരെ ഭാരപ്പെട്ടു. എനിക്ക് താങ്ങാനാവാത്ത ഭാരം എന്റെ തലയ്ക്ക് അനുഭവപ്പെട്ടു. ഞാൻ നേരെ മുന്നോട്ട് നടന്നു. ഓഫീസിൽ ചെന്ന് കയറി. എന്റെ പ്രകൃതം കണ്ടപ്പോൾ തന്നെ എന്നോട് അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും അസുഖം തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്, എനിക്കെന്തോ നല്ല സുഖമില്ലെന്ന് പറഞ്ഞു. തൊട്ട് നോക്കിയിട്ട് പറഞ്ഞു, നല്ല ചൂട് ശരീരത്തിനുണ്ട്, എത്രയും വേഗം പോയി ഒരു ഡോക്ടറെ കാണുക എന്ന് പറഞ്ഞ് ഒരു പ്യൂണിനെയും കൂട്ടി എന്നെ അവിടെ നിന്ന് തിരിച്ചു വിട്ടു. ഞാൻ താമസിക്കുന്ന റൂമിന്റെ മുൻപിൽ എത്തിയപ്പോൾ ഞാൻ പ്യൂണിനോട് പറഞ്ഞു, ഇനിയും ഞാൻ ഡോക്ടറെ കണ്ടോളാം, താൻ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചു വിട്ടു. എന്നെ അവിടെ കിടക്കയിലാക്കിയിട്ട് അദ്ദേഹം തിരിച്ചുപോയി. പിന്നീട് ഞാൻ കണ്ണു തുറക്കുന്നത് അന്നേ 6 ദിവസം കഴിഞ്ഞ് കൽക്കട്ട ചിത്രഞ്ജൻ ആശുപത്രിയിൽ വെച്ചാണ്. അതിനിടയ്ക്ക് നടന്ന സംഭവം ഇങ്ങനെയാണ് കൂട്ടുകാരനോട് വിവരിച്ചത്. 4 ദിവസമായിട്ടും എന്നെ കാണാഞ്ഞിട്ട് എന്നോടൊപ്പം എന്നും മദ്യപിക്കുകയും 4 മണിക്ക് ശേഷം പാർക്കുകളിൽ ഇരുന്ന് ചീട്ട് കളിക്കുകയും ചെയ്യാറുള്ള കൂട്ടുകാര് എന്നെ തിരക്കി ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വന്ന സമയത്ത് കതക് പൂട്ടിയിട്ടില്ല. അവരെ ചാരിക്കിടന്ന കതക് തുറന്ന് അകത്ത് വരുമ്പോൾ ഞാൻ കട്ടിലിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. മൊത്തമാക്കാരുടെ വകയായിട്ട് ഒരു ഹോസ്പിറ്റല് അവിടെ ഉണ്ട്. അവിടെ ചെന്ന് കൂട്ടുകാര് അവിടുത്തെ ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹം വന്ന് പരിശോധിച്ച് നോക്കിയിട്ട് കൂട്ടുകാരോട് പറഞ്ഞു, നിരാശജനകമായ മറുപടി പറഞ്ഞു, ഇവന്റെ അഡ്രസ് ഡയറിയിലെങ്ങാണുമുണ്ടെങ്കിൽ നോക്കിയെടുത്ത് എത്രയും വേഗം ഇവന്റെ വീട്ടിലേക്ക് ടെലിഗ്രാം ചെയ്യുക, ആള് ദിവസങ്ങൾക്കകം മരിക്കും എന്ന് പറഞ്ഞു. അവര് നിരാശരാകാതെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. കൽക്കട്ടയിലെ പ്രധാനപ്പെട്ട 2 ആശുപത്രികളിൽ എന്നെ എടുക്കാതെ അവിടെ നിന്ന് ഉപേക്ഷിച്ചു. ഏതോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ശുപാർശയോടുകൂടി കൽക്കട്ട ചിത്രഞ്ജൻ ആശുപത്രിയിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല, നിങ്ങൾ കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് 2 ദിവസത്തേക്ക് ഇവിടെ കിടത്താം എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ എന്നെ അവിടെ നിന്ന് കൊണ്ടുപോയിക്കൊള്ളാം എന്നുള്ള ഉറപ്പിന്മേല് എന്നെ അവിടെ അവർ വെറുതെ കിടത്തുവാൻ തീരുമാനിച്ചു. 2 ദിവസമായിട്ടും എന്റെ രോഗനിലയ്ക്ക് യാതൊരു മാറ്റവുമില്ല. എനിക്ക് ബോധം തെളിയുകയോ എന്റെ ശരീരത്തെ മരുന്ന് കയറുകയോ എന്തെങ്കിലും ഒരു മരുന്ന് എനിക്ക് തരുവാൻ സാധിക്കുമോ ഒന്നും ഇവരെ കൊണ്ടൊന്നും കഴിഞ്ഞില്ല. അവർ പഠിച്ച എല്ലാ കാര്യങ്ങളും നോക്കി അവസാനം പരാജയം സമ്മതിച്ചു. 2ാമത്തെ ദിവസം എന്നെ കൊണ്ടുപോകുവാൻ തയ്യാറായിട്ട് അവിടുത്തെ പല ആളുകളും എന്റെ കൂട്ടുകാർ പലരും മുന്നോട്ട് വന്നു. എന്നെ അവിടെ നിന്ന് എടുക്കേണ്ട സമയമായി. എന്നാൽ ആ സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന ഒരു മലയാളി നേഴ്സ് അതിലെ കടന്നു വന്നു. എന്നെ കണ്ടപ്പോൾ എന്തോ ഒരു മുഖപരിചയം പോലെ തോന്നി. ഓടി വന്ന് എന്റെ കൂട്ടുകാരോട് വിവരം ചോദിച്ചു. കൂട്ടുകാര് എന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവരോട് പറഞ്ഞു കൊടുത്തു. ഓടി ചെന്നിട്ട് ഈ സഹോദരി ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എന്റെ ഫസ്റ്റ് കസിനാണ് ഇവിടെ കിടക്കുന്നത്,
ദയവായിട്ട് ഒരു ദിവസം അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനുള്ള അവസരം എനിക്ക് തരണം. ഇപ്പോൾ ഇവിടെ നിന്ന് ഉപേക്ഷിച്ചാൽ നാട്ടിൽ പോയി ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് അവധി കിട്ടുകയില്ല എന്ന് പറഞ്ഞു. അവരുടെ അപേക്ഷയെ മാനിച്ചുകൊണ്ട് എന്നെ ഒരു ദിവസത്തെ കൂടെ അവിടെ കിടത്തുവാൻ ആ ഡോക്ടർ തീരുമാനിച്ചു. കൂട്ടുകാർ വന്നവരെ മടങ്ങിപ്പോയി. വന്ന വണ്ടി കൊണ്ടുപോകാൻ വന്ന ആംബുലൻസ് അതും തിരിച്ചുപോയി. അതെ, ഈ സഹോദരി ഒരു പെന്തക്കോസ്തുകാരിയായിരുന്നു. ഇവർ ഓടിച്ചെന്ന് വേറൊരു സിസ്റ്ററെ കൂടെ വിളിച്ചു. അവർ രണ്ടുപേരും അവധിയെടുത്തു. എന്റെ മുറിയിൽ കടന്നു വന്നിരുന്ന് കഥ കടച്ചിട്ടിരുന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടിന്മേലിരുന്ന് കണ്ണുനീരെടുക്കുവാൻ തുടങ്ങി. ദൈവമേ, ഈ ചെറുപ്പക്കാരന്റെ ജീവനെ നീ എടുക്കരുത്, ഒരിക്കൽ കൂടി ലോകത്തിനവനെ നൽകണമേ എന്ന് പറഞ്ഞവർ വളരെ കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ കിടക്കുന്ന മുറിയിൽ അവരുടെ കണ്ണുനീര് ധാരധാരിയായി വീഴുവാൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞു. പിറ്റേ ദിവസം അവർ പ്രാർത്ഥിച്ചു. അന്ന് ഉച്ചയ്ക്ക് ശേഷം 4 മണിക്കാണ് എന്നെ അവിടെ നിന്ന് കൊണ്ടുപോകേണ്ടത്. എന്നെ കൊണ്ടുപോകാനുള്ള സമയമായി. അതുവരെ എനിക്ക് മാറ്റമൊന്നും ആയിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാട്ടില് ഏതോ ഒരു തരം ആ കാർഡ് എഴുതി ആ കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കാർഡ് എഴുതി അവർ എന്റെ കഴുത്തിലും തൂക്കിയിട്ടു. എന്നാൽ എന്നെ എടുക്കേണ്ട സമയമായപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ കണ്ണു തുറന്നു. കണ്ണു തുറക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ വീട്ടിലല്ല കിടക്കുന്നത്, ഏതോ ഹോസ്പിറ്റലാണ്. ഡോക്ടർമാരുടെ ചുറ്റുമുണ്ട്, നേഴ്സുമാർ പലരുമുണ്ട്. കൂട്ടുകാരെല്ലാം എന്നെ ഇങ്ങനെ അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ്. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഒരു ഡോക്ടറോട് ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ മനസ്സിലാക്കി, ഇവൻ എന്തോ പറഞ്ഞിട്ട് അന്ത്യവാചകം പറഞ്ഞിട്ട് മരിക്കാൻ പോകുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതെന്റെ അവസാന നിമിഷങ്ങളാണല്ലോ. എനിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് യാതൊരു അറിവുമില്ല. അല്പം വെള്ളം ചോദിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ നാവെടുത്ത് സംസാരിക്കുവാൻ കഴിയുന്നില്ല. എന്റെ കണ്ണുകൾ പോലും തുറന്നു പിടിക്കുവാനുള്ള ശക്തിയില്ലാതെ ചില നിമിഷങ്ങൾക്കകം തന്നെ എന്റെ കൺപോളുകൾ തന്നെ അടഞ്ഞു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ മരിക്കുകയാണ്. ആരൊക്കെയോ അവിടെ നിന്ന് കരയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഓർത്തു, ആരുമില്ലാത്ത ഈ പട്ടണത്തിൽ വന്ന് എനിക്ക് വേണ്ടി കരയുവാൻ ഇവിടെ ആരാണുള്ളത്? അരമണിക്കൂർ കഴിഞ്ഞു പോയി എന്ന് തോന്നുന്നു. ഡോക്ടർമാർ ഇപ്രകാരം പറഞ്ഞു, ഇവൻ ഉടനെ മരിക്കുകയില്ല, ബോധം തെളിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് 2 ദിവസം കൂടെ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് കടന്നുപോയി. പിന്നീട് ഈ സഹോദരിമാരുടെ പ്രാർത്ഥനാ ശബ്ദം എനിക്ക് വ്യക്തമായി കേൾക്കുവാനിടയായി തീർന്നു. രാത്രി 8 മണിയായപ്പോൾ അവർ പ്രാർത്ഥന കഴിഞ്ഞ് എന്റെ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. എനിക്ക് കിടക്കയിൽ ഒന്ന് തിരിഞ്ഞു കിടക്കുവാനോ ഒന്ന് ചലിക്കുവാനോ നിവൃത്തിയില്ലാതെ ഞാൻ കിടക്കുകയാണ്. എന്റെ വലത്തുകയോ വലത്തുകാലോ ഒന്നും ചലിക്കുന്നില്ല. എന്റെ വലത്ത് കണ്ണിന്റെ കാഴ്ചയും എന്റെ വലത്തുകയുടെ കേൾവിയും നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് അനുഭവത്തിൽ അറിയാം. ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചു. ഞാന് പലരെ ചികിത്സിച്ച് സുഖമാക്കിയിട്ടുള്ള ആളാണ്. പല ഭ്രാന്തര് എന്റെ ചികിത്സയിൽ സുഖമായിട്ടുണ്ട്. പല പല രോഗികൾക്ക് അങ്ങനെ സുഖം കിട്ടിയിട്ടുണ്ട്. എനിക്കെന്താണ് ഇത് സംഭവിക്കുവാൻ കാരണം എന്ന് വിചാരിച്ച് ഞാൻ ഭാരപ്പെട്ടിട്ട് ഞാൻ സേവകളെ വിളിക്കാൻ തീരുമാനിച്ചു. വലത്ത് കൈ ചലിക്കുവാൻ ശക്തിയില്ലാഞ്ഞതുകൊണ്ട് എന്റെ ഇടത്ത് കൈയുടെ വിരലുകൾ കൊണ്ട് തന്നെ എന്റെ ആ മോതിരം നീക്കി അതിന്റെ കല്ലിൽ ഞാൻ എന്റെ പെരുവിരല് തൊട്ടു. സേവകളെ മനസ്സിൽ ധ്യാനിച്ചു. ഈ ലോകത്തിന്റെ ദൈവങ്ങൾ എന്ന് പറഞ്ഞ് മനുഷ്യൻ കണ്ണാടി കൂടുകളിൽ പ്രേമിട്ട് വെച്ച് ആരാധിക്കുന്ന സേവകൾ എന്റെ കട്ടിലിന്റെ 2 വശത്തുമായിട്ട് വന്ന് അണിനിരന്നു. ഞാൻ അവയുമായി പ്രകാരം ആശയവിനിമയം നടത്തി. കഴിഞ്ഞ 7 വർഷമായി ഞാൻ നിങ്ങളെയും കൊണ്ട് നടക്കുന്നു. നിങ്ങൾ ചോദിച്ചിട്ടുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ പഥ്യങ്ങളെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്. നിങ്ങൾ മൂലം എന്റെ മാതാപിതാക്കളെയും എന്റെ സഹോദരങ്ങളെയും ഞാൻ വെറുത്തു. എനിക്ക് വീടോ നാടോ എല്ലാം നഷ്ടമായി. വേണ്ടപ്പെട്ടവരാരും എനിക്കിന്നില്ല. അവരെ പോലെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പുറകെ വന്നപ്പോൾ എന്നെ ഈ ആരുമില്ലാത്ത പട്ടണത്തിൽ കൊണ്ടുവന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് എന്ത് ദോഷം ചെയ്തു എന്ന് ചോദിച്ചു. ഈ ലോകത്തിന്റെ ദൈവങ്ങളുടെ മറുപടി പ്രകാരമായിരുന്നു, നിന്നെ രക്ഷിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിന്റെ കട്ടിലിന്റെ അടുത്തേക്ക് കടന്നു വരുവാൻ കഴിയാതെ വണ്ണം ആരോ 2 വ്യക്തികള് നിന്റെ കട്ടിലിന്റെ ഇരുവശത്തുമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ബന്ധിക്കുവാൻ കഴിയാത്ത ഏതെങ്കിലും ഒരു ശക്തി ഉണ്ടോ? എന്താണെങ്കിലും അവയെ മാറ്റിയിട്ട് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അത് സാധ്യമല്ല എന്ന് പറയുകയും 2 വശങ്ങളിലേക്കും ഇവർ ഓടി മറയുകയും ഒന്നിച്ചായിരുന്നു. എനിക്ക് മനസ്സിലായി, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇനി ഇതെന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ വണ്ണമാണ് പോയിരിക്കുന്നത്. എന്താണ് ഇതിനിടയ്ക്ക് നടന്നിരിക്കുന്ന സംഭവം എന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്റെ ബാലിശമായ മനസ്സിൽ ഞാൻ അപ്പോൾ ചിന്തിച്ചു, ആരോ ശക്തനായ മന്ത്രവാദി
എനിക്കെതിരെ ക്ഷുദ്രം ചെയ്ത് എന്റെ ശക്തി ഇല്ലാതാക്കാൻ നോക്കിയിരിക്കുകയാണ്. എന്നാൽ ഇനി മിന്നൽ പോലെ ഒരു ചിന്ത എന്റെ ഹൃദയത്തിൽ കൂടി കടന്നുപോയി. നിനക്കെതിരായി ആരും മന്ത്രവാദം ചെയ്തിരിക്കുന്നതല്ല. നിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും വിളിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം നിന്നെ ഈ വിഗ്രഹങ്ങൾ വിടിവിക്കുവാനായിട്ട് അവരുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് തന്റെ ദൂതന്മാരെ കാവൽ നിർത്തിയിരിക്കുകയാണ് എന്നൊരു ചിന്ത എന്റെ ഹൃദയത്തിൽ കൂടി കടന്നു വന്നു. അതിനു മുമ്പ് ഞാൻ എന്റെ ബാല്യത്തിൽ പലപ്പോഴും പള്ളികളിൽ കടന്നു എന്ന് ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിലും വാസ്തവമായ ഒരു ശക്തി ഉയരത്തിലുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും മനസ്സിൽ സംശയിച്ചിരുന്നു. എന്നാൽ ഞാൻ കൊണ്ടു നടക്കുന്ന വിഗ്രഹങ്ങളാണ് സാക്ഷാൽ ദൈവങ്ങളെന്ന് ഞാൻ ധരിച്ചിരുന്നു. അവ എന്നെ അങ്ങനെ ധരിപ്പിച്ചിരുന്നു. എന്നാൽ അന്ന് രാത്രി എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഞാൻ ആ കട്ടിലിൽ കിടക്കയിൽ കിടന്നുകൊണ്ടൊരു വിളി വിളിച്ചു, ദൈവമേ, ഇനി നീ എനിക്കൊരു കാലം ശേഷിപ്പിക്കുന്നെങ്കിൽ ഒരു കാലത്ത് ഞാൻ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകുകയില്ല. എന്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ചേർന്ന് അവര് സേവിക്കുന്ന ദൈവത്തെ ഞാൻ സേവിച്ചു കൊള്ളാം എന്നൊരു തീരുമാനം അന്ന് രാത്രി ഞാൻ എടുത്തു. അല്പനിമിഷങ്ങൾക്ക് ശേഷം ആ സഹോദരിമാര് വീണ്ടും എന്റെ മുറിയിൽ കടന്നു വന്നിരുന്ന ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയെന്നുള്ള പാട്ട് പാടി ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നത് കേൾക്കുവാൻ എനിക്കിടയായി തീർന്നു. ഒരു കാലത്ത് അന്യഭാഷയുടെ ശബ്ദം ഞാൻ വെറുത്തവനായിട്ട് എന്റെ വീട് വിട്ടു പോയതാണ്. ഒരു കാലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ അന്യഭാഷയിൽ ആരാധിക്കുന്നത് കേൾക്കുന്നത് എനിക്ക് വലിയ പുച്ഛമായിരുന്നു. എന്നാൽ അന്ന് ഈ ആരാധനയുടെ ശബ്ദം കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് എന്തോ ഒരു വലിയ സന്തോഷം കടന്നു വരുന്നത് പോലെ എനിക്ക് തോന്നി. ആ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഡോക്ടേഴ്സ് ഒന്നിനെ പരിശോധിച്ചു. ഏകദേശം 8 ഡോക്ടർമാരുണ്ടായിരുന്നു. അരമണിക്കൂർ നേരത്തെ നീണ്ട പരിശോധനയ്ക്ക് ശേഷം അതിലെ പ്രധാന ഡോക്ടർ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു, ഇവൻ മരിക്കയില്ല, പക്ഷേ ഇവന്റെ വലത്തുവശം തളർന്നുപോയി, ഇനി ജീവിതത്തിൽ ഒരിക്കലും അവൻ എഴുന്നേറ്റ് നടക്കുകയില്ലെന്ന് പറഞ്ഞു. ഞാൻ ഉറങ്ങുകയാണെന്ന് വിചാരിച്ചാണ് അവരിത് പറഞ്ഞത്. എന്നാൽ ഞാൻ ഉറങ്ങുകയല്ലായിരുന്നു. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പിടിച്ചു കെട്ടിയിട്ടിട്ട് അനേക വടികൾ ഒടിയുന്നത് വരെ അടിച്ചിട്ടും കണ്ണുനീര് വരാത്ത എനിക്ക് അന്ന് എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്ക് മനസ്സിലായി, എനിക്ക് ചലിക്കുവാൻ കഴിയാത്തതിന്റെ രഹസ്യം ഇതാണല്ലോ, എനിക്ക് എഴുന്നേൽക്കുവാൻ കഴിയാത്തതിന്റെ രഹസ്യം ഇതാണല്ലോ. തളർവാദത്തിന്റെ ഭീകരത എനിക്കറിയാം. അതെ, കേവലം 22 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ തളരുക എന്ന് പറഞ്ഞാൽ ഇനി ജീവിതത്തിൽ എത്ര കാലം ശേഷിച്ചിരിക്കുന്നുവോ അത്രയും കാലം ഈ രോഗത്തിനടിമയായിട്ട് സ്വന്തം അമ്മ പോലും വെറുക്കുന്ന ഒരു രോഗമാണ് തളർവാദം എന്ന് പറയുന്നത്. ആരുടെയെങ്കിലും 2 പേരുടെ ആശ്രയമില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? എത്ര നാളിങ്ങനെ കഴിയുമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ കിടന്ന് കണ്ണുനീരൊഴുക്കി. എന്നാൽ ആ സമയത്ത് തന്നെ ആ കണ്ണുനീരിൽ കുതിർന്ന് ഞാൻ എന്റെ ദൈവവുമായിട്ടൊരു ഉഭയസമ്മതം ചെയ്തു. ദൈവമേ, ഇനി നീ എനിക്ക് ആരോഗ്യത്തോടെ ഒരു കാലം ശേഷിപ്പിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് വിഗ്രഹാരാധികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഞാൻ നിനക്കെതിരായി എവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം കടന്നു എന്ന് അതേ വിഗ്രഹത്തെ സേവിക്കുന്ന അറിയാത്ത അനേക ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നിട്ട് എന്റെ അനുഭവത്തെ അറിയിച്ചു കൊള്ളാം, എന്നെ ഒരിക്കൽ കൂടി എഴുന്നേൽപ്പിക്കണമേ എന്നെ ഹൃദയം പൊട്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി വീണ്ടും അവധിയെടുത്തി സഹോദരിമാര് 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ഉപവാസ പ്രാർത്ഥന തീരുന്ന അന്ന് 4 മണിയായപ്പോൾ എന്തോ ഒരു ശക്തി ലഭിച്ചതുപോലെ ഞാൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. എനിക്കെന്ത് സംഭവിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ ഇരിക്കുന്ന അതേ ഒരു ശബ്ദം കേട്ടുകൊണ്ട് ഒരു സഹോദരൻ നോക്കിയപ്പോൾ തളർന്നു കിടന്ന് ഞാൻ എഴുന്നേറ്റിരിക്കുന്നു. അവരോടിച്ചെന്ന് ഒരു ഗ്ലാസ് പാലെടുത്തുകൊണ്ട് വന്ന് എന്റെ നേരെ നീട്ടി എനിക്ക് പിടിച്ചു തരുവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്റെ 2 കൈകൾ കൊണ്ടത് വാങ്ങിച്ചു. ആ സമയത്ത് എന്റെ വലത്ത് കൈയും വലത്തുകാലും നല്ലതുപോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ പാല് കുടിച്ചു തീർത്തതിന് ശേഷമായി എന്നെ പിടിക്കുവാൻ വന്ന സഹോദരിയോട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ കട്ടിലിൽ പിടിച്ച് എന്റെ ഇടത്തുകാൽ ആദ്യം നിലത്ത് കുത്തി. അതിനുശേഷം ഒരു കാലത്ത് ഞാൻ ദൈവമക്കളെ കളിയാക്കി പറയാറുണ്ടായിരുന്ന സ്തോത്രം എന്ന വാക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടെ ഉച്ചരിച്ചു. എനിക്ക് മനസ്സിലായി ആ വാക്കിൽ വലിയ വിടുതലുള്ളതാണ്. സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ 2 കാലുകൾ നിലത്ത് കുത്തി കഥയിൽ പിടിച്ച് ഞാൻ ആ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഒരു കൊച്ചുകുട്ടി പിച്ച വെച്ച് നടക്കുന്നത് പോലെ ഞാൻ മുന്നോട്ട് ചൂടുകൾ വെച്ചു. ആ സമയത്ത് എന്നെ പരിശോധിക്കുവാനായിട്ട് ഡോക്ടർമാർ കയറി വരുന്ന സമയമാണ്. എന്നെ പരിശോധിക്കുന്ന പ്രധാന ഡോക്ടർ ഒരു ബംഗാളിയാണ്. അദ്ദേഹം പാശ്ചാത്യ നാടുകളിൽ നിന്ന് പല ഡിഗ്രികൾ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ നടന്നു നീങ്ങുന്നത് കണ്ടുകൊണ്ട്
എന്റെ ചലനം വീക്ഷിച്ചുകൊണ്ട് ഞാൻ തന്നെയാണോ എന്നറിയുവാൻ എന്തോ അത്ഭുതം കണ്ടതുപോലെ അദ്ദേഹം വീഴ്ച നോക്കി നിന്നു. ചില സെക്കൻഡുകൾ ഒരു ജീവച്ഛവത്തെ പോലെ നിന്നതിന് ശേഷം സ്വബോധം വീണ്ടെടുത്തിട്ടതുപോലെ വളരെ ഉച്ചത്തിൽ ഇപ്രകാരം അദ്ദേഹം അലറി, ജീസസ് ക്രൈസ്റ്റ് ഈസ് ലിവിംഗ്. യേശു ക്രിസ്തു ജീവിക്കുന്നു എന്ന് ഇംഗ്ലീഷിൽ അദ്ദേഹം വളരെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ആ ശബ്ദം കേട്ടുകൊണ്ട് അടുത്ത മുറികളിൽ കിടന്ന രോഗികളും അവരെ ശുശ്രൂഷിക്കുവാൻ വന്ന ആളുകളും അവിടുത്തെ ജോലിക്കാരും ഓടി വന്നു. ഒരു വീൽ ചെയർ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതിലിരിക്കണം, ഇനി ഒന്ന് പരിശോധിക്കണം. ഞാൻ പറഞ്ഞു, എനിക്ക് വീൽ ചെയർ വേണ്ട, എന്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിച്ച് ഞാൻ നടന്നു വരാം. അവർ പറഞ്ഞ മുറിയിലേക്ക് എൽപ്പിച്ച് വെച്ച് നടന്നു എന്നു. ആരും എന്നെ ഒന്ന് പിടിച്ചു നടത്തുവാൻ പോലും ഞാൻ സമ്മതിച്ചില്ല. വളരെ നേരത്തെ നീണ്ട പരിശോധനയ്ക്ക് ശേഷം അവരിപ്രകാരം തമ്മിൽ പറഞ്ഞു, തളർന്നു പോയവന്റെ ഞരമ്പുകൾ ഓരോന്നോരോന്നും ബലം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ചോദിച്ചു, നിനക്കെന്താണ് നിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവം? എങ്ങനെയാണ് നിനക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സൗഖ്യം കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ എന്റെ അനുഭവം വളരെ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞു. കണ്ണുനീരോടെ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, നിന്റെ ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുകയാണ്. ഇനി നീ തീരുമാനമെടുത്തതുപോലെ തന്നെ പോയി സുവിശേഷ വേല ചെയ്തുകൊള്ളുക. ഞങ്ങൾ ഈ നിനക്ക് യാതൊരു മരുന്നുകളും ഇവിടെ ഒന്നും തരുന്നില്ല. അന്നേക്ക് 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് എന്നെ അവിടെ ഒന്ന് വിടുവാൻ തന്നെ അവർ തീരുമാനിച്ചു. അതിലൊരു ദിവസം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സഹോദരി വന്ന് എന്നോട് ചോദിച്ചു, ബ്രദർ എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും സിസ്റ്ററെ കണ്ടിട്ടില്ല. ബ്രദറെ, കോന്നിയിൽ ഒരു ചികിത്സയ്ക്ക് വന്ന് ഓർക്കുന്നുണ്ടോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ട്, ഞാൻ കോന്നിയില് വകയാറെന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. അന്ന് ആ അമ്മച്ചിയുടെ ബഹളം കേട്ട് കുറെ ആൾക്കാർ ഓടിക്കൂടിയത് ഓർക്കുന്നുണ്ടോ? അത് ഓർക്കുന്നുണ്ട്. ആ കൂടിയ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ നാട്ടിൽ അവധിക്ക് വന്ന സമയമായിരുന്നു. ബ്രദറിനെ കണ്ട അന്ന് മുതൽ, അന്നത്തെ ബ്രദറിന്റെ പരിപാടി കണ്ട അന്ന് മുതൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയതാണ്. കർത്താവേ, ഈ ചെറുപ്പക്കാരനെ നീ രക്ഷിക്കണേ, സുവിശേഷ വേലയ്ക്ക് ഇറക്കണം എന്ന്. ഇന്നേക്ക് 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഇവിടെ മറുപടി തന്നിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായി, ഞാൻ കൽക്കട്ടായിക്ക് പോയത് മന്ത്രവാദം ചെയ്യാനല്ലായിരുന്നു. പിന്നെയോ എന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ പ്ലാന് മുട്ടുമടക്കി കണ്ണീരൊഴുക്കുന്ന ഒരു സഹോദരിക്ക് മറുപടി കൊടുക്കുവാനാണ് എന്നെ കൽക്കട്ടായിക്ക് കൊണ്ടുപോയത്. ബെർലായുടെ ഹോസ്പിറ്റലിൽ തന്നെ ഉപേക്ഷിച്ചത് വെറുതെ അല്ലായിരുന്നു. ചിത്തരഞ്ജനിൽ ജോലി ചെയ്യുന്ന ആ സഹോദരിയുടെ മുൻപിൽ തന്നെ എന്നെ കൊണ്ടുവന്ന് മറുപടി പ്രാർത്ഥനയ്ക്ക് കൊടുക്കുവാനായിരുന്നു എന്ന് പിന്നീട് ദൈവവചനം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ കരഞ്ഞുപോയി. എന്നെ അറിയാത്ത ഒരു സിസ്റ്റർ എനിക്ക് വേണ്ടി നീണ്ട 5 വർഷങ്ങൾ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലം അവരുടെ മുൻപിൽ തന്നെ ദൈവം എന്നെ കൊണ്ടുവന്നിട്ട് കൊടുത്തു എന്നുള്ളതാണ്. എന്നോട് പറഞ്ഞു, ഞാൻ ഇനിയും ബ്രദറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ബ്രദർ നല്ലൊരു സുവിശേഷകനായിത്തീരുന്നത് കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് നാട്ടിലേക്ക് കിടന്ന ഒരു ആളുടെ ഒരുക്കമായി. ഞാൻ ഇറങ്ങിപ്പോയ വീട്ടിലേക്ക് എങ്ങനെയാണ് തിരിച്ചില്ലെന്ന് ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, പല കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കൽക്കട്ട ഹൗറ പാലത്തിൽ ഞാൻ നിൽക്കുകയാണ്. ആ സമയത്ത് എന്റെ കൈവിരലിൽ കിടന്നിരുന്ന പ്രധാന മോതിരം ഊരി ആ ഹൂഗ്ലി നദിയിലേക്ക് വീണു. പെട്ടെന്ന് ഞാൻ കൊച്ചിലെ സൺഡേ സ്കൂളിൽ പള്ളിയിൽ പഠിച്ച ഒരു വാക്യം എന്റെ മനസ്സിൽ വന്നു. ഒരു മുടിയനായ പുത്രനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ചെന്നെന്റെ പിതാവിനോടും മാതാവിനോടും എന്റെ സഹോദരങ്ങളോടും ക്ഷമ ചോദിക്കും എന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ബാക്കി 2 മോതിരങ്ങൾ കൂടി ഊരി ഞാൻ ആ നദിയിലേക്ക് എറിഞ്ഞു. അവ വളരെ വിലപിടിപ്പുള്ള കല്ലുകളായിരുന്നു. അവ എന്നേക്കുമായിട്ട് ഞാൻ ഉപേക്ഷിച്ചു. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് തിരിക്കുന്നു എന്നുള്ള വിവരം അറിയിച്ചു. എന്നാൽ ഞാൻ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നതിന്റെ എന്റെ ട്രെയിൻ വരുന്നതിന്റെ തലേ ദിവസം തന്നെ എന്റെ പിതാവും ഇപ്പോൾ നാട്ടിൽ സുവിശേഷ വേലയുള്ളതായ എന്റെ ജ്യേഷ്ഠ സഹോദരനും അവർ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ആ ട്രെയിനിന്റെ ടൈമിന് വന്നു. സ്റ്റേഷനിൽ നിന്ന് പലരും ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇന്ന് വന്നത്? നാളെയല്ലേ നിങ്ങളുടെ മോൻ വരുന്നത്? അപ്പോൾ അവരുടെ മറുപടി, അഥവാ ട്രെയിൻ ഒരു ദിവസം നേരത്തെ വന്നെങ്കിൽ ഞങ്ങൾക്ക് അവനെ കാണാൻ ഒക്കുമോ? അതെനിക്ക് വ്യക്തമായ ദൈവസ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളുടേതാരുമല്ലെന്ന് പറഞ്ഞ് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി എന്നെ തിരിച്ചു സ്വീകരിക്കണമെങ്കിൽ അത് കാൽവറിയിലെ ക്രൂശിലെ സ്നേഹത്തിൽ മാത്രമേ കഴിയുകയുള്ളൂ. ലോക സ്നേഹത്തിൽ, ജഡത്തിന്റെ സ്നേഹത്തിൽ ഒരിക്കലും ഒരു നാൾ അത് കഴിയുകയില്ല. വീട്ടിലന്ന് എനിക്കൊരു വലിയ സ്വീകരണമായിരുന്നു. ഞാൻ ക്ഷമ അങ്ങോട്ട് ചോദിക്കാൻ മുമ്പ് എന്നെ കെട്ടിപ്പിടിച്ച് ആളുകൾ ഓടി വന്ന് കരയുവാൻ തുടങ്ങി. എന്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ എല്ലാവരും അന്ന് സന്തോഷത്തിലെ കണ്ണുനീരൊഴുക്കി. അതിനുശേഷം ഞാൻ ഒരിക്കലെതിരായി ക്ഷുദ്രപ്രയോഗം ചെയ്ത എന്റെ സഹോദരിയോട് ക്ഷമ ചോദിക്കുവാനായി ഞാൻ ഇടത്തുവായിക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് എങ്ങളടിച്ച് കരഞ്ഞെന്നെ സ്വീകരിക്കുന്ന ഒരു സഹോദരിയാണ് എനിക്ക് അവിടെ കാണുവാനിടയായി തീർന്നത്. ആ സഹോദരി എന്നോട് ഇങ്ങോട്ട് ക്ഷമ ചോദിച്ചു, മോനെ, അന്ന് മോൻ ആ ഭരണീയമായിട്ട് വീട്ടിൽ കയറി വന്നപ്പോ ഞാൻ അവിടെ കയറ്റാതെ ഇറക്കി വിട്ടത് നിന്നെ സ്നേഹമില്ല എന്നിട്ടല്ല, നീ വല്ല വിലയേറിയും നന്നായി വരുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്.
അത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യമായിട്ട് എന്നെ അവരെത്രമാത്രം സ്നേഹിച്ചിരുന്നു, ദൈവസ്നേഹത്തിന് എത്രമാത്രം എന്റെ സഹോദരങ്ങളും എന്റെ മാതാപിതാക്കളും എന്നെ കണ്ടിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അവിടെ തന്നെ ചില ദിവസങ്ങളിൽ താമസിക്കുവാൻ, എടത്വ ദൈവസഭയോടുള്ള ബന്ധത്തില് ആരാധനയ്ക്ക് കടന്നു പോകുവാൻ, അന്നവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നതായ വർഗീസിന്റെ കൈക്കീഴിൽ 1980 സെപ്റ്റംബർ മാസം 15-ാം തീയതി വിശ്വാസ സ്നാനം സ്വീകരിക്കുവാനും കർത്താവ് ഇടയാക്കി.